എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ കാസർഗോഡ് നിന്നും കോഴിക്കോട് സൗത്ത് ബീച്ച് കാണാൻ പോകുന്ന യാത്രയിലാണ്. പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. കൂടെ ഞങ്ങളുടെ കുട്ടികളുണ്ട്. കുട്ടികൾക്ക് ഞാൻ മുമ്പ് കണ്ടിരുന്നു, പക്ഷേ കുട്ടികൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് അവരെയും ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയത്. അത്യാവശ്യം ബാഗുകളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ട്രെയിൻ അതേ സമയത്ത് കിട്ടി. 11 മണിക്ക് കാസർഗോഡ് നിന്ന് കിട്ടി. നോൺ സ്റ്റോപ്പാണ്. കാസർഗോഡ് നിന്നും നേരെ കണ്ണൂർ ഞാൻ കോഴിക്കോടാണ്. 2 മണിക്കൂർ കൊണ്ട് എത്തിയിട്ടുണ്ട്. തീവണ്ടിയിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല സൗകര്യമുണ്ടായിരുന്നു. നല്ല സ്പീഡൊക്കെ പോകുന്ന തീവണ്ടിയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് വലിയ മടുപ്പൊന്നും വന്നിട്ടില്ല. ബോംബെയിൽ നിന്ന് വന്ന തീവണ്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ കുട്ടികളൊക്കെ വളരെ സന്തോഷമായിരുന്നു. അവർ തീവണ്ടിയിൽ ഇഷ്ടംപോലെ സ്ഥലമുള്ളതിനാൽ അവർ കളിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അവർക്ക് നല്ലൊരു ആഘോഷം തന്നെയായിരുന്നു ഈ യാത്ര. അങ്ങനെ 2 കുട്ടികളും 2 മക്കളും ഇവരൊക്കെ കളി തുടങ്ങി. നല്ല കളിയാണ് കളിച്ചത്. അവർ വെൽക്കം ടു കോഴിക്കോട്. റെയിൽവേ സ്റ്റേഷനിൽ 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ടിക്കറ്റ് ഓട്ടോറിക്ഷയിൽ പോകാനുള്ള ടോക്കൺ കിട്ടും. 1 രൂപ എല്ലാവരും പോകുന്നവർ ചില്ലറ കൊണ്ടുപോകുക. അവിടെ നിന്ന് 50 രൂപ കൊടുത്താൽ സൗത്ത് ബീച്ചിലേക്ക് കൊണ്ടുവിടും. ഞങ്ങളെ കുറച്ച് അപ്പുറമാണ് കൊണ്ടുവിട്ടത്. സൗത്ത് ബീച്ച് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തുടക്കത്തിലാണ് കൊണ്ടുവിട്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് സൗത്ത് ബീച്ച് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നത്, അതുകൊണ്ട് സൗത്ത് ബീച്ച് അപ്പുറത്താണ് കൊണ്ടുവിടുന്നത് പറഞ്ഞാണ് അപ്പുറം കൊണ്ടുവിട്ടത്. നല്ല മനോഹരമായി. ഞങ്ങൾ പോയത് 2 മണിക്കായിരുന്നു. പക്ഷെ 2 മണിക്ക് ഭയങ്കര ചൂടായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ കൂട കരുതിയിരുന്നില്ല. പക്ഷെ കുട്ടികളൊക്കെ പോകുമ്പോൾ നിങ്ങളൊരു കൂട കരുതുന്നത് നന്നായിരിക്കും. കാരണച്ചാൽ പകൽ 2 മണിക്കൊക്കെ വല്ലാത്ത ചൂടാണ് ഇവിടെ. പിന്നെ ഒരു 4 മണിക്ക് 2 മണിക്കൊക്കെ ആളുകൾ കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നടത്തൊക്കെ തുടങ്ങി. നല്ല മനോഹരമായ ബീച്ചാണ്. നല്ല വൃത്തിയുള്ള ബീച്ചാണ്. മനസ്സിന് നല്ലൊരു കുളിർമ കിട്ടുന്ന ഒരു ബീച്ചാണ്. അതുകൊണ്ട് 2 മണി കഴിഞ്ഞ് കുറച്ച് ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ആളുകളൊക്കെ കുറവായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു വൈകുന്നേരം 4 മണി 5 മണി കഴിഞ്ഞാണ് ആളുകളൊക്കെ ഇവിടെ വരാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ ഇതിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് ഇങ്ങനെ തന്നെ ഇതിലൂടെ നടക്കുകയാണ്. എന്നാലും നല്ല കടലിൻ്റെ ആ ഒരു മനോഹാരിത കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഭാര്യയാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നടക്കാമെന്ന് കരുതിയിട്ടാണ് പോയത്. പക്ഷേ കുട്ടികൾ എന്ത് പറഞ്ഞാലും അവർ മുമ്പേ ഓടുന്നത് കൊണ്ട് നമുക്ക് അവർ പിന്നാലെ ഓടേണ്ടതായിട്ട് വന്നു. പക്ഷെ കുട്ടികൾക്ക് അവിടെ കുളിക്കണമെന്നുള്ള ഒറ്റ നിർബന്ധമായിരുന്നു. പക്ഷേ മറ്റുള്ള ബീച്ചുകളെ പോലെ കണ്ണൂർ പയ്യാമ്പലം ബീച്ച് പോലെ ഇവിടെ അങ്ങനെ കുളിക്കാനുള്ള വലിയൊരു സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ തിരമാലകളൊക്കെ ഭയങ്കര ഒരു ശക്തിയോടെയാണ് വരുന്നത്. അതുകൊണ്ട് കുളിക്കാനുള്ള ഒരു മൂഡ് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കുളിച്ചിട്ടില്ല. പക്ഷേ വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുളിക്കാനുള്ള എല്ലാ സാമഗ്രികളൊക്കെ കൊണ്ടുപോയിരുന്നു. പക്ഷേ കുളിക്കാൻ തിരമാലകളൊക്കെ കാണുമ്പോൾ എന്തോ മനസ്സിലൊരു ഭയം തോന്നി. അതുകൊണ്ട് ഞങ്ങൾ കുളിച്ചിട്ടില്ല. പക്ഷേ എന്നാലും നല്ല ഒരു യാത്ര തന്നെയായിരുന്നു അവിടെ പോയത്. പക്ഷെ നല്ല പോയില്ലെങ്കിൽ നഷ്ടം തന്നെയാണ്. കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ നല്ലൊരു ഉല്ലസിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരം നടന്നു പോകുമ്പോൾ അവിടെ ഇതെല്ലാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് കുറച്ച് അങ്ങ്. പക്ഷെ ഇവിടെ നിന്ന് നമ്മൾ കുട എടുക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾക്ക് മനസ്സിലാകുമ്പോൾ വെയിലിൻ്റെ ചൂടറിയണം. കുറച്ചിങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ ദൂരത്ത് ഒരു ചെറിയൊരു മരം, അതിൽ തണല ആളുകളൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടു. എന്നാലും നല്ല മനോഹരം, നല്ല വൃത്തിയുള്ള ബീച്ചാണ് കോഴിക്കോട് സൗത്ത് ബീച്ച്. എന്നാലും നല്ല അടിപൊളിയാണ്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം ഫാമിലിയുമായിട്ടൊക്കെ പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത്. പക്ഷേ കൂടുതലും ഇവിടെ ഈ കമിതാക്കൾ ഇവർ പ്രണയിക്കുന്ന ജോഡികളൊക്കെയാണ് കൂടുതൽ ഇവരെ സമയം ചെലവഴിക്കുന്നത്. കൂടുതലും അവരെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ബോയ്ഫ്രണ്ടായി പറഞ്ഞവരാണ് കൂടുതലല്ല, എന്നാലും അത്യാവശ്യം ഓൾമോസ്റ്റ് 60% ആളുകളും അവർ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഫാമിലീസ് ഉണ്ട്, കുട്ടികളുണ്ട്, മറ്റുള്ള സംസ്ഥാനത്തിൽ നിന്ന് വന്നവരുണ്ട്. പക്ഷെ ഇവിടെ കൂടുതലും ബിസിനസ്സൊക്കെ ചെയ്യുന്നത് ഈ കടല, അണ്ടിപ്പരിപ്പ് ഇങ്ങനെയുള്ള ടോയ്സൊക്കെ വിൽക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്. അവർ എവിടെ പോയാലും ഈ ബിസിനസ്സിൻ്റെ ട്രിക്ക് അവർക്കറിയാം. പക്ഷെ കടല വിൽക്കുന്നത് മലയാളികൾ കുറവാകുന്നത് കൊണ്ടാണ്. ഇവർ നല്ല ദിവസം 1000 രൂപയ്ക്ക് സമ്പാദിക്കുന്നുണ്ട്. സിമ്പിളാണ്.
അതുകൊണ്ട് നാണമില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ജോലിയും ചെയ്യാം, എത്രയും സമ്പാദിക്കാം. പക്ഷേ മലയാളികൾ അങ്ങനെയൊന്നും ജോലി ചെയ്യൂല. അണ്ടിപ്പരിപ്പൊക്കെ ബുക്കാന്ന് മലയാളിയെ കിട്ടൂല. കുട്ടികൾ മുമ്പേ ഓടുന്നുണ്ട്, പക്ഷെ ഇവരെ പിന്നാലെ നമുക്ക് ഓടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ കുളിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടികൾ രണ്ടും ഓടുന്നത്. ഫാത്തിമ മുന്നേ ഓടുന്നുണ്ട്, ഫാത്തിമാന്റെ കൂടെ നമ്മൾക്ക് ഓടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ നല്ല പിറകിലാണ് പോകുന്നുള്ളത്. ഇവർക്ക് ഈ ബീച്ച് കണ്ട സന്തോഷത്തിൽ എന്ത് ചെയ്യണമെന്നും അറിയാതെ ആടിച്ചാടി കളിക്കുകയാണ് കുട്ടികൾ. എന്നാലും നല്ല മനോഹരമായ ബീച്ചാണ്. കാണുമ്പോൾ തന്നെ എന്തോ ഒരു മനസ്സിനൊരു കുളിർമയുള്ള ബീച്ചാണ്. നല്ല കാറ്റുണ്ട്. എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായ ഒരു ലൊക്കേഷൻ തന്നെയാണ് ഈ കോഴിക്കോട് സൗത്ത് ബീച്ച് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ട് അപ്പുറത്ത് ലാസ്റ്റ് വരെ പോകണമല്ലോ. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്, നടക്കുകയാണ്. ഇവിടെ എന്തോ കുട്ടികൾക്ക് കാണാൻ വേണ്ടി ഇവിടെ ചുമരിൽ നല്ല ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ലൊരു അടിപൊളി സംഭവം തന്നെയാണ്. നിങ്ങളെ ഫാത്തിമാനെ പിടിച്ചാൽ കിട്ടുന്നില്ല, ഒറ്റ ഓട്ടം തന്നെയാണ് ഫാത്തിമാന് പിന്നാലെ ഓടി ഓടി ഞാനും വെയിലത്ത് ക്ഷീണിച്ചു പോയി. കാരണം കുട്ടികളല്ലേ, അവരെങ്ങനെ കൈവിട്ടാൽ ഇവിടെ പോകും നമ്മൾക്കറിയില്ലല്ലോ. കൈ പിടിക്കാനും മറന്നുപോയി, കയ്യിലൊന്നും അളകിപ്പോയി. അതാണ് പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ ചുറ്റിക്കറങ്ങി. അടിപൊളിയായിരുന്നു, നല്ല സൂപ്പറായിരുന്നു. ബീച്ചിൽ നടന്ന് ചൂടത്ത് വരുമ്പോൾ തണൽ കിട്ടാൻ വേണ്ടി നടന്നു വരുമ്പോൾ ഇവിടെ ചെറിയൊരു വൃക്ഷത്തൈയുണ്ട്. ഈ വൃക്ഷത്തിനടിയിൽ ഞങ്ങൾ ഈ തണലിന് വേണ്ടി അവിടെ ഇരുന്നു. നല്ല സുഖമായിരുന്നു. ഈ തണലിൻ്റെ വില അറിയണമെന്നില്ല, മരത്തിൻ്റെ വില അറിയണമെന്നില്ല. വെയിലത്ത് നടന്നു വന്നവർക്ക് ഇതിൻ്റെ സുഖം അറിയുകയുള്ളൂ. വലിയ മരമൊന്നുമല്ല, എന്തോ ഒരു ചെടി അങ്ങനെയുള്ള നട്ടതാണ്. പക്ഷേ നല്ല തണൽ, ആളുകൾക്ക് വല്ലാത്ത ഒരു ഉപകാരമുള്ള ഒരു സംഭവം തന്നെയാണ്. കോഴിക്കോട് ഈ സൗത്ത് ബീച്ചിലുള്ള ഇതിൻ്റെ നല്ലൊരു ആളുകളൊക്കെ അതിൻ്റെ അടിയിൽ ഇരുന്നിട്ടുണ്ട്, കാറ്റ് കൊള്ളുന്നുണ്ട്. നല്ലൊരു സംഭവം തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ചൂടത്ത് വന്നിരിക്കുമ്പോൾ നമ്മൾക്ക് ആ കിട്ടുന്നൊരു ആശ്വാസമുണ്ടല്ലോ, അത് പറയാൻ പറ്റും.
ഇത് കോഴിക്കോട് സൗത്ത് ബീച്ചിൻ്റെ അവസാന ഭാഗമാണ്. ഈ അവസാന ഭാഗത്ത് നമ്മൾക്ക് ഐസ്ക്രീം വേണമെങ്കിൽ കഴിക്കാം, ചായ കുടിക്കാം. അങ്ങനെ ഒരുപാട് ബിസിനസ്സുകാർ ഇവിടെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. എല്ലാമുണ്ട്. നമ്മൾക്ക് എന്ത് വിശക്കുന്നെങ്കിൽ ഇവിടെ നിന്ന് എല്ലാം ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് ഈ ലാസ്റ്റാണുള്ളത്. ഫസ്റ്റ് തുടക്കത്തിലൊന്നും ഇങ്ങനെയുള്ള ബിസിനസ്സുകാർ അവിടെ ഇല്ല. പിന്നെ കൂടുതലും ഹിന്ദിക്കാരാണ് ഈ ടോയ്സൊക്കെ വിൽക്കുന്നതായിട്ടുള്ളത്. പിന്നെ കടല അണ്ടിപ്പരിപ്പൊക്കെ വിൽക്കുന്നത് കൂടുതലായിട്ടും ഹിന്ദിക്കാരാണ്. ഇവിടെ കടയിട്ടിട്ടുള്ളത് മലയാളികളാണ് കൂടുതലും. എന്നാലും ഹിന്ദിക്കാരൊക്കെ ഇവിടെ ജോലിക്കൊക്കെ ഉണ്ട്. കാടമുട്ട എല്ലാം ഉണ്ട്, പഴംപൊരി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ വിൽക്കുന്ന സ്ഥലമുണ്ട്. ചായയൊക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് നല്ലൊരു സുഖമുള്ള യാത്രയായിരുന്നു. പിന്നെ ഉച്ചക്കാണ് ഞങ്ങൾ പോയത്. കാരണം ഉച്ചക്ക് ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അവിടെ ബീച്ചിൽ പോകുന്നുണ്ടെങ്കിൽ